സ്കൂൾ ദിനപത്രം മണിച്ചെപ്പ് GLPS അരിമംഗലം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെന്റ് LP സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റ് പോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ്മിസ്ട്രസ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ C. റീന സ്വാഗതവും KV. അരുൺ നന്ദിയും പറഞ്ഞു. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? അപ്പോൾ ഓരോരുത്തരെയും മനസ്സിലേക്ക് വന്നത് എന്താണോ അതാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യൂ. ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ. ഇപ്പോൾ താഴെ കാണാൻ പോസ്റ്ററുകൾ കാണാല്ലേ. ഒന്ന് എന്താ, ഒരു വീടിനെ പറ്റിയുള്ള പോസ്റ്ററാണ്. എൻ്റെ വീട് വൃത്തിയുള്ള വീട്. ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നുള്ള സന്ദേശം തരുന്ന ഒരു പോസ്റ്ററാണ്. ചപ്പും ചവറും വാരിയെറിഞ്ഞ് ചന്തമകന്നൊരു നാടാക്കരുതേ. ഇനി മൂന്നാമത്തത്, കൈകോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി.